മന്ത്രവാദത്തിനിടെ 16-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പെൺകുട്ടി നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് ബന്ധു. രാജൻ ബാബു 1 മണിക്കൂറോളം പെൺകുട്ടിയെ റൂമിൽ അടച്ചിട്ടു. ഒരു സ്ഥലത്ത് ഏതാ സ്ഥലം? പൂജാമുറി എന്ന പേരിൽ മുരാരി തന്ത്രി പെൺകുട്ടിയെ കൊണ്ടുപോയത് ബെഡ്റൂമിലേക്കാണെന്നും വരൂ ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂമിൽ വെച്ച് പെൺകുട്ടിയെ മർദ്ദനത്തിന് ഇടയാക്കിയെന്നും ഇവന്റെ കൈ പോലീസ് തല്ലി ഓടിച്ചാ ഒടുക്കത്തിടിയില്ലായിരുന്നുവോ? അല്ല വീണപ്പോ തലയിടിച്ച് തിരിഞ്ഞ കാര്യം പറഞ്ഞ കബഡി നിർത്താൻ പോയിട്ട് കബഡി കളിക്കാൻ പോലും പോലെന്ന് പറഞ്ഞ് തല്ലി ഓടിച്ചാണ്. നന്നായി. കലിപ്പ് തീരണില്ലല്ലേ? കാരണം ഇന്നലത്തെ വീഡിയോ ആണിത്. ഇന്നലത്തെ വീഡിയോക്ക് വേണ്ട കയ്യും ഒരു കുഴപ്പമില്ല. വിലം കെട്ടിക്കൊണ്ട് വരുവാണ്. കൊടുത്തോ നല്ല കൊടുത്തോ കണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാര് ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കുന്നത്. മറ്റേ 24-നകത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഫ്ലോറിൽ ഇരിക്കുന്ന ആൾക്കാരുടെ സംഭവം തരുവാണെങ്കിൽ. ആ അത്ഭുത മനുഷ്യൻ ഞാനും കൂടെ ഒന്ന് കാണട്ടെ. നിങ്ങളുടെ ഭൂതം വർത്തമാനം ഭാവി ഞാൻ പറയും. മിസ്റ്റർ മൈത്രേയൻ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് നിന്റെ സുന വെച്ചൊന്ന് കബഡി നിരത്തി നോക്കാൻ പാടില്ലായിരുന്നു. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. ഇങ്ങനെ പോക്സോ കേസും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സ്വന്തമായിട്ട് ആദ്യം ഉണ്ടാക്കി എന്നിട്ട് നാട്ടുകാരുടെ ഫ്യൂച്ചറിനെ പറ്റി പഠിക്കാൻ നിൽക്കും. ഇതൊന്നും അണ്ണന്റെ പലകയിൽ തെളിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇനി എന്റെ പഴയ ഉടായ്പ് കേസ് അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? നമ്മള് ക്ഷേത്രത്തിന് ഏകദേശം 45 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. നഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ പൂജാരിയൊന്നും അല്ല, അങ്ങനെ പൂജാരിയാണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് എഗ്രിമെന്റിലും വിശ്വസിച്ച പാർട്ടിയിലും ചെറിയൊരു പിഴവ് പറ്റി. കള്ളനൻ എന്ന പര്യായം വേണമെങ്കിൽ മുരാരി എന്നോട് ഉപയോഗിക്കാം. മൊത്തം എനിക്ക് 50-60 ലക്ഷം രൂപ പോയിട്ടുണ്ട്. ആളുകൾ സംഭാവന ചെയ്ത 401 ഗ്രാം സ്വർണ്ണം ഉണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, വിഗ്രഹത്തിന് അടിയിലിടാതെ അത് മടിയിൽ വെച്ചുകൊണ്ട് പൂക്കളഞ്ഞു. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങളെ കള്ളന്മാരെയും കൊള്ളക്കാരെയും തിരിച്ചറിയാം. ഇവനെ പോലുള്ള വിടലാളുകൾ നിങ്ങൾ എന്ത് ചെയ്യാം? വളർത്താൻ വിടരുത്. എന്റെ ബാധ ഒഴിപ്പിക്കില്ലേ? നിന്നെ വിട്ടുന്ന എന്നെ ഒഴിപ്പിച്ച് തരാടാ.